ഹായ് ഹലോ ജെസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ന്യൂസ് ചാനലിൽ കൂടി നമ്മളെല്ലാവരും അറിയുന്നത് പോലെ മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ, മലയിടിച്ചിൽ, നാശനഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ. അതിലെന്നും ഒരു മനുഷ്യൻ ഇതിനകത്ത് പെട്ടുപോയിട്ട് അയാളെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ അയാളുടെ കുറച്ച് കാര്യങ്ങൾ സത്യത്തിൽ നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ന്യൂസിൽ കൂടി കാണുന്നത് കൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല. ദൈവം നമ്മളെയൊക്കെ സൂക്ഷിക്കുന്നത് മാത്രമേ പറയാനുള്ളൂ. ആ മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ, അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശരീരവും അയാളുടെ മുഖത്തെയും ആ ഒരു വിറയൽ അത് കാണുമ്പോൾ അത് അഭിമുഖീകരിക്കുന്നവർ ആ സമയത്ത് അവർ ഏതൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. 60 വയസ്സ് അങ്ങോട്ടോ ഉള്ളൊരു മനുഷ്യൻ, ഏത് സ്ഥലമാണെന്ന് എനിക്കൊരു പിടിയുമില്ല. അയാൾ പതിവ് പോലെ അവരെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഈ പുള്ളിക്കാരന് വെളുപ്പിനൊരു 4 മണിയായപ്പോൾ പുള്ളിക്ക് ബാത്റൂമിൽ പോകാനായിട്ട് തോന്നിയപ്പോൾ പുള്ളി മൊബൈലെടുത്ത് സമയം നോക്കിയപ്പോൾ 4 മണിയായുള്ളൂ. അതുകൊണ്ട് പുള്ളി വിചാരിച്ച് കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് എണീറ്റ് ബാത്റൂമിൽ പോകാമെന്ന്. അങ്ങനെ പുള്ളി കുറച്ചുകൂടി കിടന്നു കഴിഞ്ഞിട്ട് സമയം നോക്കിയപ്പം മണി 4:40. 4:40 എന്ന് പറഞ്ഞ് പുള്ളി ബാത്റൂമിലേക്ക് പോകാനായിട്ട് എണീറ്റ് ബാത്റൂമിൻ്റെ വാതിൽക്കൽ എത്തിയതേ ഉള്ളൂ. വലിയൊരു ശബ്ദം കേട്ടു. പുള്ളിക്ക് എന്തോ ഒരു വല്ലായ്ക തോന്നിയിട്ട് പുള്ളി വേഗം അടുത്ത റൂമിൽ കിടന്നുറങ്ങിയ മകനെയും കുടുംബത്തെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എഴുന്നേക്ക്, എന്തോ വല്ലാതെ ഒരു ശബ്ദം കേൾക്കുന്നു, എന്തോ സംഭവിക്കുന്നത് പോലെ തോന്നുന്നു പറഞ്ഞു. മകനും കുടുംബവും പെട്ടെന്ന് എണീറ്റ് ഈ അപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയപ്പാന്ന് ചോദിച്ചവൻ പറഞ്ഞു, എടാ എന്തോ സംഭവിക്കുന്നു, നീ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വീട്ടിലുള്ള എല്ലാവരും കൊണ്ട് പുറത്ത് ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഓടുകയാണ്. അപ്പോൾ പുള്ളിക്കാരനും വിചാരിച്ചു അപ്പനും പുറകിൽ ചെല്ലുന്നുണ്ടായിരിക്കുമെന്ന്. പക്ഷേ ഇവരെല്ലാവരും ഓടിയപ്പോൾ അപ്പൻ അവിടെ പെട്ടുപോയി. അപ്പൻ നിൽക്കുന്ന സ്ഥലം കല്ലും മണ്ണും എല്ലാം കൊണ്ട് മൂടിക്കഴിഞ്ഞു. ആ സമയം വെട്ടമില്ല, മറ്റാരും അടുത്തില്ല. അപ്പൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൻ നോക്കുമ്പോൾ ഒരു വശത്തെ ചുമര് ഫുള്ള് ഇടിഞ്ഞു വീണു, അടുത്ത ചുമര് വീഴാറായിരിക്കുന്നു. അപ്പോൾ അപ്പൻ തീർച്ചയാക്കി ഇനിയിപ്പം മരിച്ചു പോകും. കാരണം ആ പൊട്ടാറായിരിക്കുന്ന ആ ചുമരും കൂടി ഇടിഞ്ഞ് അപ്പൻ്റെ ദേഹത്തേക്ക് വീണാൽ പിന്നെ അപ്പൻ തീർന്നു എന്നുള്ളത് തന്നെ അപ്പൻ കരുതി നിന്നു. പെട്ടെന്ന് അപ്പന് തോന്നി, അപ്പൻ ബാത്റൂമിൽ പോകാൻ നേരത്ത് സമയം നോക്കിയ മൊബൈൽ കട്ടിലിൽ കാണുമല്ലോ. അപ്പൻ എങ്ങനെയോ ആ കൈ എത്തി, ചിലപ്പോൾ ആ കട്ടിൽ ആ ചുമരിൻ്റെ അടുത്തെങ്ങാണോ ആയിരിക്കാം. അപ്പന് മൊബൈൽ എന്തായാലും കയ്യിൽ കിട്ടി. അതെടുത്ത് വെച്ച് ആരെയൊക്കെയോ വിളിച്ചു, പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, ഭയപ്പെടേണ്ട, ഞങ്ങളൊക്കെ ഇതാ വരുന്നുണ്ടെന്ന്. അവരുടെയൊക്കെ ഉറപ്പിന്മേൽ അപ്പൻ അവിടെ നിന്നു. അപ്പോൾ കുറേ പേര് പറയുന്നു, ഫോണിൽ കൂടി അപ്പന് കേൾക്കാം, അവിടെ എത്താൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ. കാരണം ആ മനുഷ്യൻ ആപത്തിൽപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനോട് അവിടെ പറയുന്നു, ആ മനുഷ്യൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല, രക്ഷപ്പെടാമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെയൊക്കെ പല പല സംഭാഷണങ്ങൾ ഫോണിൽ കൂടി പുള്ളി കേൾക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി എന്ത് ചെയ്യട്ടെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പുള്ളിയുടെ പേര് വിളിച്ച് ഓടി അടുത്തേക്ക് വന്നു. അതാണ് ദൈവം രക്ഷയ്ക്കായിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കരുതും. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ചേട്ടനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വന്ന പുള്ളിക്കാരൻ അവിടെ ഒരു കമ്പിപ്പാര പോലെ എന്തോ ഒരു സാധനം കിടന്നു. ഈ പുള്ളി അതെടുത്ത് പൊട്ടാറായിരുന്ന ഒരു ചുമരിൻ്റെ അവിടെ അങ്ങോട്ട് കുത്താൻ തുടങ്ങി. കുത്തിയപ്പോഴത്തേക്ക് അത് വലിയൊരു ഹോളായി. അപ്പോൾ ഈ മനുഷ്യനെ അതിൽ കൂടി പുറത്തിറക്കാവുന്ന ഘട്ടത്തിലെത്തി. അതുപോലെ വലിച്ച് പുറത്ത് ഇറക്കുകയും ചെയ്തു. പുറത്ത് ഇറങ്ങിയ വെട്ടവും ഇതെല്ലാം കണ്ടപ്പോഴാണ് പുള്ളി നിന്ന ആ ഒരു അത്രയും സമയം ഇത്രയും ഒരു അപകട മേഖലയിലാണല്ലോ നിന്നത്
എന്നുള്ളൊരു തോന്നലിൽ പുള്ളിക്ക് വല്ലാതൊരു ഞെട്ടലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പുള്ളി ഫോൺ വിളിച്ച കൂട്ടത്തിൽ കല്യാണം കഴിപ്പിച്ച് വിട്ട മകളെയും വിളിച്ചു. മോളെ, ഞങ്ങളിങ്ങനെ ഒരവസ്ഥയിലായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ. അങ്ങനെ പുള്ളി ആരെയൊക്കെയോ വിളിച്ചു. അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടു പുറത്ത് വന്ന് പുള്ളിയുടെ വീട് നോക്കിയപ്പം കാണുന്നില്ല. അപ്പോൾ പുള്ളിക്കൊരു 60 വയസ്സോ മറ്റോ വരും. പുള്ളിക്കാരൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹവും മകനും കൂടി അത്രയും നാൾ സമ്പാദിച്ചത് മുഴുവൻ ചിലവാക്കി ഉണ്ടാക്കിയൊരു വീടാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട്. ആ വീട് മുഴുവനും മണ്ണിനടിയിലായിപ്പോയി. അത് സംസാരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ഉൾക്കിടില, ഒരു വിറയലൊക്കെ ആ സംസാരത്തിലും ശരീരഭാഷയിലും ഒക്കെ ഇങ്ങനെ പ്രകടമാകുന്നുണ്ട്. കാരണം ഇത്രയും ഭീകര മുഖത്താണോ അത്രയും സമയം നിന്നതെന്നുള്ളത്. നമ്മളെല്ലാം ഇങ്ങനെ ഇരുന്ന് ന്യൂസിലൊക്കെ കാണുന്നത് പോലെയൊന്നുമല്ല. ആ ഒരു ദുരന്ത മുഖത്ത് അനുഭവിക്കുന്നവരുടെ ആ സമയത്തൊരു മാനസികാവസ്ഥ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും, ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരെ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കും. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ചിലപ്പം പറയുമായിരിക്കും, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, ഇനി ഇതൊക്കെ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം ആണ് അവർക്ക് കിട്ടിയിരുന്നാൽ പോലും അത് എത്ര കാലം പിടിക്കും. അവരെ വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചു. അല്ലെങ്കിൽ തന്നെയും വേറൊരു ജോലി കണ്ടെത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. നല്ല വഴികളില്ല. എല്ലായിടത്തും മലയിടിഞ്ഞും കല്ലും മണ്ണും വെള്ളവുമായിട്ട് കിടക്കുന്നു. പെട്ടെന്നൊന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എങ്ങോട്ട് പോയൊരു തലചായ്ക്കും എന്നുള്ളൊരു ചിന്ത എല്ലാം കൂടെ കൊണ്ട് അവരെ വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഈ പുള്ളിയുടെ വീട്ടിൽ എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷെ പുള്ളിക്ക് അതങ്ങോട്ട് ചിന്തിക്കാൻ പോലും വയ്യാത്ത വിധത്തിലായിപ്പോയി. കാരണം പുള്ളിയുടെ അത്രയും മനോഹരമായ ഒരു വീട്, ആ വീടിനകത്തുള്ള സർവ്വ സാധനങ്ങൾ എല്ലാം മണ്ണിനടിയിൽ കിടക്കുന്ന ഒരവസ്ഥ. എത്രയോ മനുഷ്യരല്ലേ ഇങ്ങനെ, എത്രയോ മനുഷ്യർ ഇതുപോലെ വീടും പിന്നെ അവർക്കുള്ള സർവ്വസമ്പാദ്യങ്ങളും മണ്ണിനടിയിലായി പോകുന്ന നേരിട്ട് കണ്ടിട്ട് അവരുടെ മനസ്സ് വിങ്ങുന്ന ഒരവസ്ഥ. വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയാണല്ലേ. ഈ മഴയൊന്ന് ശമിക്കണം. പെട്ടെന്ന് തന്നെ ഈ ദുരന്തം അനുഭവിച്ച എല്ലാവർക്കും വേഗം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീടോ സഹായങ്ങളോ വേഗത്തിൽ കിട്ടട്ടെ. കാരണം അവർ ശാരീരികമായിട്ട് തളരുന്നതിനേക്കാൾ ഒരു മാനസികമായിട്ടാണ് അവർ കൂടുതൽ തളരുന്നത്. കാരണം കൈയും കാലും ഒക്കെ മുറിഞ്ഞും മരവിച്ചും അവർക്ക് ഒന്ന് നന്നായിട്ട് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയ ആൾക്കാരും ഉണ്ട്. പിന്നെ മണ്ണിൻ്റെ അടിയിലൊക്കെ പെട്ടിട്ട് മറ്റു പോറലൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടവരുണ്ട്. ഈ മനുഷ്യൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അയാൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ പുള്ളിയുടെ എല്ലാ സമ്പാദ്യങ്ങളും ഇങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന നന്നായിട്ട് വാക്കുകളിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എത്ര ന്യൂസ് കണ്ടും കേട്ടും മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന ആ അളവിൽ അറിയാൻ കഴിയൂ. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു, അവരുടെ ജീവൻ മാത്രം തിരിച്ചു പിടിച്ചു. അതിൻ്റെ ആശ്വാസം ഉണ്ടെങ്കിലും ഇനി ഇതുപോലെ ഒന്ന് എന്ന് ഉണ്ടാകും എന്ന് അറിയാതെ അവർ നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണല്ലേ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ഇനിയും ഇങ്ങനെ സംഭവിക്കാതെ ഈ മഴയൊക്കെ ഒന്ന് ശമിച്ച് ഈ മണ്ണിടിച്ചിലൊക്കെ ഒന്ന് വേഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും വല്ലാത്തൊരു അങ്കലാപ്പാണ് ഉള്ളിൽ. ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.